എല്ലാവർക്കും നമസ്കാരം. ഇത് ഇന്ന് നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിലുള്ള യാത്രയാണ് കേട്ടോ. ഇത് നമ്മുടെ ടൂർ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഗ്ലാസ് ബോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളൊക്കെ കയറിയിരുന്നു. അപ്പോൾ ഗ്ലാസ് ബോട്ടിൽ ബാലൻസ് ചെയ്തിട്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ താഴെ ഗ്ലാസ് കാണാം. അതിനുള്ളിൽ കൂടിയാണ് നമ്മൾ ഈ പവിഴപ്പുറ്റുകളൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ. കുറച്ചധികം വീഡിയോസ് എടുത്തിരുന്നു. കുറച്ച് വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് നഷ്ടമായിപ്പോയി. അപ്പോൾ ഉള്ള വീഡിയോസ് കാണിക്കാം കേട്ടോ. അപ്പോൾ കോറൽസ് എന്ന് പറയുന്നത് ഒരുപാട് സൂക്ഷ്മജീവികൾ, അതായത് ജെല്ലി ഫിഷിനെ പോലെയൊക്കെയുള്ള ചെറിയ ജീവികൾ കൂട്ടം ചേർന്നിട്ട് മാസീവായിട്ട് ഒന്നിച്ചുള്ള ഒരു ഇതാണ്. പിന്നെ കോറൽ ഫോർമേഷൻ അങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഇവർ സാധാരണയായിട്ട് പാറയുടെ മുകളിലൊക്കെയാണ് പോയിട്ട് സെറ്റാവുക. അപ്പോൾ സാധാരണയായിട്ട് ഒരു ഫുൾ മൂൺ കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന സൺസെറ്റിനും അതുപോലെ മൂൺ റൈസിനും ഇടയ്ക്കുള്ള സമയത്താണ് ഇവർ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അന്ന് ആ സമയത്ത് അവർ ആ ഒരു ഡാർക്ക്നെസ്സിൽ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സ്പേംസും എഗ്സും റിലീസ് ചെയ്യും. അപ്പോൾ ഈ സ്പേംസും എഗ്സും റിലീസ് ചെയ്യും. ഇത് ഫീമെയിൽ മെയിൽ എന്നിങ്ങനെ രണ്ടും ഒന്നിൽ തന്നെ കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഈ എഗ്ഗ് ഉണ്ടല്ലോ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തിട്ട് ഇരിക്കും. അതിനുശേഷം അത് പാറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് അത് അവിടെ നിന്ന് മെച്യൂറായിട്ട് അത് കഴിഞ്ഞിട്ട് അത് മെല്ലെ വന്നിട്ട് പാറയോ അങ്ങനെ എന്തെങ്കിലും കുറച്ചൊരു കട്ടിയുള്ള ഓബ്ജക്റ്റിൻ്റെ അടുത്ത് വന്നിട്ട് സെറ്റാവും. അങ്ങനെയാണ് പുതിയ കോറൽ ഫോർമേഷൻ ഉണ്ടാകുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കുറേ അദ്ദേഹം പറഞ്ഞു തന്നു. ചിലതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ കോറൽസിൻ്റെ ഇടയ്ക്ക് ധാരാളം മത്സ്യങ്ങളും മറ്റ് ജീവജാലങ്ങളും വസിക്കുന്നുണ്ട്. അവർക്ക് ഒരു ആവാസ വ്യവസ്ഥയാണത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ പച്ച നിറം കണ്ടില്ലേ, ഇതൊരു ആൽഗെ ഫോർമേഷൻ ഉണ്ട്. ഒരു ആൽഗെ ഉണ്ട് അതിനകത്ത് വെള്ളത്തിൽ. അതാണ് ഈ വെള്ളത്തിന് ഈ പച്ച നിറം കൊടുക്കുന്നത്. അപ്പോൾ ഈ ആൽഗെ ഈ കോറൽസിന് പറ്റിയ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അവയ്ക്കുള്ള ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആൽഗയാണ് നൽകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഡീപ്പ് വാട്ടറായിട്ടുള്ള കോറൽസും ഉണ്ട്. നമ്മൾ പോയി കണ്ടത് വളരെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിലുള്ള കോറൽസാണ്. കുറച്ചധികം വീഡിയോസ് ഉണ്ടായിരുന്നു, അത് നഷ്ടമായിപ്പോയി. നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടെ ഉണ്ട് കേട്ടോ. ഇയാളാണ് ഗൈഡ്. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 3500 രൂപയാണ് കേട്ടോ. 3000 രൂപ. അത് എത്ര പേരാണോ അത്രയും പേര് ഷെയർ ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ പോയിരുന്നത്. സ്നോർക്കുലർ വെച്ചിട്ട് അത് പാരറ്റ് ഫിഷ് അകത്ത് പോയുണ്ടോ? അത് അതിനകത്ത് പുറപ്പെട്ടു വന്നുണ്ടോ പാരറ്റ് ഫിഷ്? ഒരു ഗ്രീൻ കളറായിട്ട് അത് ഈ കോറിലൊക്കെ തിന്നുന്നുണ്ട്. അതിന്റെ ടീത്ത് ഭയങ്കര സ്ട്രോങ് ആണ്. ഒരു ഇത് കണ്ട സാറേ, ഒരു ചെടി കണ്ട വളർന്നേ, ഇത് അവിടെ ഉണ്ടോ ആ ഒരു ബ്ലൂ ടിപ്പ് കണ്ടില്ലേ? ഈ ടിപ്പ് വൈറ്റ് ഒക്കെ ഉണ്ട്. ലൈവ് റോക്കാണ്, കോറലാണ് ബ്രാഞ്ച് ടൈപ്പ്. ലൈവ് ആണെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ഇതാണ് ആ ടിപ്പില് വൈറ്റ് ജീവനുള്ളതാണ്. അത് അതെ. ഇത് ഒരു മൈക്രോബ്സ്, ഒരു പോളിപ്സ് എന്ന് പറയുന്ന ഒരു മൈക്രോബ്സ് അതിൽ ഉണ്ട്. സൂസാന്തൽസ് എന്ന് പറയുന്ന ഒരു മൈക്രോബ്സ് ആണ്. അതാണ് ഈ ലൈവ്. അപ്പൊ അത് ആ ദുരന്തൽ ഡെഡ് ആവുമ്പോഴാണ് വൈറ്റ് ആവുന്നത്. അതായത് അതിന്റെ ലൈവ് പോവും. അതാണ് നിങ്ങൾ പുറത്തിങ്ങനെ വാരിയിടുന്ന കാണുന്നത് അല്ലേ? അത് ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് ഈ കളർ തന്നെ ബ്രൗണിഷ്. വൈറ്റ് സ്പോട്ട് ആണ്, ലൈവ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള. അതിന്റെ ഉള്ളിൽ തന്നെ വേറെ ജീവികളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ട്. ഒരുപാട് ഇനി കണ്ടെത്താനുണ്ട് ഇഷ്ടം പോലെ.
ഇങ്ങനെ ഒരു വാസ്റ്റ് ആയിട്ട് കിടക്കുകയല്ലേ. അതിന്റെ ബ്ലൂ ടിപ്പ് കണ്ടില്ലേ, അത് മറ്റേ അതുണ്ടല്ലോ പാരറ്റ് ഫിഷ് പോന്നു പോയും. മഞ്ഞ ലൈനുള്ള ഒരു ഫിഷ്. ആ യെല്ലോ സ്നാപ്പർ ഉണ്ട്. ഇത് കാണുന്ന പോലെ അല്ല നമുക്ക്. തുള്ളി കാണിക്കണം. ഇവര് പിന്നെ എല്ലാത്തിലും തുള്ളിക്കോളും. അപ്പോൾ ഈ പാരറ്റ് ഫിഷ് എന്ന് പറയുന്നത് ഈ ഒരു എക്കോ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു ഫിഷാണ്. പാരറ്റ് ഫിഷ് എന്ന പേര് വരാൻ കാരണം ഇതിൻ്റെ പല്ലുകൾ വളരെ അടുപ്പിച്ചടുപ്പിച്ചാണ് അതിൻ്റെ പല്ലുകളുള്ളത്. അതൊരു കൊക്കിൻ്റെ രൂപത്തിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് തത്തയുടെ കൊക്ക് പോലെ വളരെ ഷാർപ്പായിട്ടുള്ള പല്ലുകളാണ് ഇവയുടേത്. അപ്പോൾ ഇവ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ കോറൽസിൻ്റെ മുകളിലുള്ള ആൽഗയെ കടിച്ചിട്ട് കഴിക്കും. പല തരത്തിലുള്ള പാരറ്റ് ഫിഷസും ഉണ്ട് കേട്ടോ. അത് ഓരോന്നും ഓരോ രീതിയിലാണ് ആഹാരം തേടുന്നത്. ഗ്രീൻ ഹംപ് ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റെയിൻബോ പാരറ്റ് ഫിഷ് ഉണ്ട്, സ്റ്റോപ്പ് ലൈറ്റ് പാരറ്റ് ഫിഷ് ഉണ്ട്, പിന്നെ ബൈ കളർ പാരറ്റ് ഫിഷ് ഉണ്ട്, ബ്ലൂ പാരറ്റ് ഫിഷ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റെഡ് കളറിലൊരു പാരറ്റ് ഫിഷ് ഉണ്ട്. അങ്ങനെ പലതരത്തിലും പാരറ്റ് ഫിഷസ് ഉണ്ട്. അപ്പോൾ ഈ ആൽഗെ കഴിക്കുന്ന സമയത്ത് ഈ കോറലിലുള്ള ആൽഗെ എടുത്തിട്ടാണ് ഇവർ കഴിക്കുന്നത്. അത് കടിച്ച് പൊട്ടിക്കണമെങ്കിൽ ഇതിന് നല്ല മൂർച്ച വേണം. അപ്പോൾ വളരെ ഷാർപ്പായിരിക്കും ഇതിൻ്റെ പല്ല്. ഇതിൻ്റെ പല്ല് ഇങ്ങനെ അനന്തമായിട്ട് നീണ്ടുകൊണ്ടിരിക്കുന്ന പറയണത്. അപ്പോൾ ഈ ആൽഗെ കടിക്കുമ്പോൾ ഇതിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് വീണ്ടും അതുപോലെ വളർന്നു വരും ഇവയുടെ പല്ലുകൾ. അങ്ങനെ കടിച്ച് തിന്നുമ്പോൾ എഡിബിളായിട്ടുള്ളത് ദഹിക്കുകയും ബാക്കിയുള്ള കോറലിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അത് ഇവ എക്സ്ക്രീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് മണൽത്തരി പോലെയാണ് അവർ എക്സ്ക്രീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇവിടെയുള്ള പൂഴികൾ ഉണ്ടാവുന്നത്. പൂഴി അത് ലക്ഷദ്വീപ് തന്നെ ഈ എന്താ പറയുക പാരറ്റ് ഫിഷിൻ്റെ സംഭാവനയാണെന്നാണ് പറയുന്നത്. കാരണം ഇത്രയും പാരറ്റ് ഫിഷസ് ഈ കോറൽ കഴിച്ചിട്ട് അതിൻ്റെ എക്സ്ക്രീറ്റ് ചെയ്തിട്ട് ഏകദേശം 90 കിലോളം ഒരു പാരറ്റ് ഫിഷ് ഒരു വർഷത്തിൽ മണൽ പുറത്തേക്ക് തള്ളുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പിന്നെ എന്താ പറയുക സാൻഡ് ബാങ്ക്സ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലക്ഷദ്വീപിലൊക്കെ ആണെങ്കിൽ ഇത്തരം മത്സ്യങ്ങളെ അങ്ങനെ നശിപ്പിക്കില്ല. കാരണം ഇവ ആ ഒരു എക്കോ സിസ്റ്റത്തിന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അപ്പോൾ ഇതിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സംസാരം കൂടി കേൾക്കാം കേട്ടോ. ഇവിടെ നോക്കി അതല്ല, അത് ഒരു ടൈപ്പ് ഓഫ് ബ്രെയിൻ ടൈപ്പ് ആണ്. നമുക്ക് കാണാം. പൈപ്പ് ഫിഷ് ഉണ്ടോ അപ്പുറത്ത്? ഒന്ന് റിവേഴ്സ് ചെയ്യാം ജസ്റ്റ്. അതൊരു ഷെഡ്യൂളാണ്. ഇപ്പൊ അപ്പുറത്ത് കണ്ടി അത് പൗഡർ ബ്ലൂ ആണ് ടീച്ചറെ. പൗഡർ ബ്ലൂ ഫിഷ് ആണ് അത്. ഇതിനകത്ത് അപ്പുറത്ത് ഫിഷ് യെല്ലോ ഫിഷ് ആണ്. നല്ല ടേസ്റ്റ് ഉള്ള മീനാ. അതാ യെല്ലോ സ്നാപ്പർ. ക്ലാമ്പ് പഴയതായി. അതാ കണ്ട ചൂണ്ടലിട്ട ഇരയെ കൊടുത്ത് ഈ ചൂണ്ടലിട്ട അത് പൊക്കും. അപ്പോൾ ഈ ഷെല്ലുകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണലാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ചുവട്ടിൽ കാണുന്നില്ലേ, കണ്ടില്ലേ? നല്ല വെളുത്ത നിറത്തിലാണ് ഉള്ളത്. അപ്പോൾ ഈ പോളിപ്സൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ മണൽ. അപ്പോൾ ഇത് മുഴുവൻ നമുക്ക് സംഭാവന ചെയ്യുന്നത് ഈ ഒരു പാരറ്റ് ഫിഷാണ് കേട്ടോ. പലതരത്തിലുണ്ടല്ലോ പാരറ്റ് ഫിഷ്. അപ്പോൾ ഇവയൊക്കെ ഇതുപോലെ ആൽഗയും അതുപോലെ ചെറിയ ഇങ്ങനെയുള്ള പോളിപ്സിനൊക്കെ തിന്നിട്ട് ഈ ഒരു എന്താ പറയുക
മണൽ പോലെയുള്ള കാൽഷ്യം കാർബണേറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കോറൽസ് ഇതിനകത്ത് കാണാം കേട്ടോ. റോക്ക് കോറൽസ് ഉണ്ട്, ബ്രെയിൻ കോറൽസ് ഉണ്ട്, അതുപോലെ ഫിംഗർ കോറൽസ് ഉണ്ട്. ആ ബ്രാഞ്ചായിട്ട് കാണുന്നതൊക്കെ ഫിംഗർ കോറൽസാണ്. ബ്രെയിൻ കോറലുണ്ട്, റോക്ക് കോറലുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കോറൽസ് ഉണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഈ പാരറ്റ് ഫിഷിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ഈ ഒരു കോറലിൻ്റെ റീജനറേഷനും നടക്കുന്നത്. പഴയ കോറൽസ് തിന്ന് തീർത്തിട്ട് പുതിയ കോറൽസിന് നിൽക്കാനുള്ള സ്ഥലം ഒക്കെ ഉണ്ടാവുന്നത് ഇവരുടെ ഈ പ്രവർത്തനം കൊണ്ടാണ്. അങ്ങനെ പുതിയ കോറൽസ് വളർന്നു വരും. അപ്പോൾ ഒന്നും അധികമാകാതെ സൂക്ഷിക്കും. അതുപോലെ ഈ ആൽഗേനെ തിന്നിട്ടാണ് പല പാരറ്റ് ഫിഷസും ജീവിക്കുന്നത്. അപ്പോൾ ഈ ആൽഗെ അധികമായിട്ട് ഉണ്ടാവാതിരിക്കാനും അപ്പോൾ ഒരു പ്രകൃതി ഒരു സന്തുലനാവസ്ഥ സൃഷ്ടിക്കുന്നത് ഈ പാരറ്റ് ഫിഷുകളാണ്. ജയന്റ് ക്ലാമിന്റെ ഷെല്ലാണ്, അതിനകത്ത് ഇപ്പൊ മസിലില്ല, പോയതാണ്. അത് ചത്തതാന്ന് തോന്നുന്നു, ഷെല്ല് മാത്രമായിട്ട്. ചിലപ്പോ ഈ ഫിഷോ മറ്റേതെങ്ങനെയുള്ള ഏതെങ്കിലും ചിലപ്പോ ഇത് ഇങ്ങനെ ക്ലോസ് ആവുന്നതാണ്. അതെങ്ങനെയാ സിമ്പിൾ ആണ്, സെൻസിങ് ആണ്. സ്പോട്ടില് ക്ലോസ് ആവും, കൈ വെച്ച കൈ നല്ല മൂർച്ച ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ പാരറ്റ് ഫിഷ് മാത്രമല്ല, മറ്റ് പല തരത്തിലുള്ള മത്സ്യങ്ങളും അതുപോലെ സൂക്ഷ്മജീവികളും ഒക്കെ കൂടെ അടങ്ങുന്ന ഒരു ആവാസ വ്യവസ്ഥിതിയാണ് ഈ ഒരു കോറൽസ്. അത് പലതും പരസ്പരം ഭക്ഷണമായും അതുപോലെ പരസ്പരമായിട്ട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥിതിയാണ്. പരസ്പര പൂരകങ്ങളായിട്ടുള്ള ആവാസ വ്യവസ്ഥിതിയാണ് ഈ ഒരു കോറൽസ്. അപ്പോൾ വളരെ കാലം കൊണ്ടാണ് ഇത്രയും സാൻഡ് ബാങ്ക്സൊക്കെ ഈ മത്സ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു അത്ഭുതമാണല്ലേ. അപ്പോൾ ശരിക്കും സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ആൾക്കാർക്ക് നേരിട്ട് പോയിട്ട് കാണാം. നമുക്ക് ഇങ്ങനെ ഗ്ലാസ് ബോട്ടിൽ പോയിട്ട് കാണാം, അതേ ഉള്ളൂ വ്യത്യാസം. സ്കൂബ ഡൈവിങ്ങിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് അവർക്ക് അതിനെ കാണുകയും ഒക്കെ ചെയ്യാം. പക്ഷേ തൊടാൻ പറ്റില്ല. അതിൻ്റെ എന്തോ ഒരു മ്യൂക്കസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് സ്കിന്നിനൊക്കെ വളരെ അലർജിക്കായിട്ടുള്ള സാധനമാണ്. ചില ഫിഷിനൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു, പൈപ്പ് ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. പൈപ്പ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പിൻ്റെ മാതിരിയാണ്. അതൊക്കെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസാണ്. അപ്പോൾ ഇതിൽ പല മത്സ്യങ്ങളെയും പിടിക്കുന്നതും ഫിഷിങ്ങിൽ പിടിക്കുന്നതൊക്കെ നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഫിഷർമാനൊക്കെ ഇതിനെ പിടിച്ചു പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഹംബാക്ക് പാരറ്റ് പിന്നെ ഫിഷ് ഉണ്ടല്ലോ, അതിനെയൊക്കെ കണ്ടമാനം ഇങ്ങനെ പിടിച്ചിട്ട് അതൊക്കെ എൻഡേഞ്ചേർഡ് സ്പീഷീസിൽ പെട്ടതാണ് എന്ന് പറയപ്പെടുന്നു. ലൈവ് കോറലും കൂടിയാണ്, ലൈവാണ്. ഒരുപാട് ഡിഫറെന്റ് കളർ ഫിഷസ്, ഇതിന്റെ ഓർണമെന്റൽ ഫിഷസ് ആണ്. അല്ലെങ്കിൽ ഇതിന്റെ ലേറ്റും വരും. ജയന്റ് ക്ലാം വേണ്ട, ക്ലാം ടീച്ചർ അപ്പുറത്ത് ഇതാണ്ട ക്ലാം മസിൽസ് അല്ലേ നമ്മളെ ബൈവാൾസ്, അതാണ്. അത് ഷെഡ്യൂളാണ്, അത് എൻഡേഞ്ചേഴ്സിൽ ഉള്ളതാണ്, എടുക്കാൻ പാടില്ല. അതൊരു ജീവിയാണ്, അത് ഫിൽട്ടർ ഫീഡേഴ്സ് ആണ്, ഫിൽട്ടർ ഫീഡിങ് ആണ്. അത് ഒരു സ്റ്റാൻഡിൽ അവിടെ തന്നെ ഫിഷിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ? ജുവനൈൽസ്, ലാർവേ സൈസ് ഉണ്ട്, എല്ലാം കുഞ്ഞുങ്ങളാണ്. ഇതെന്താ ഇത്? കുഞ്ഞുങ്ങളൊന്നും അതിൽ മൂവില്ല. ഇത് റോക്കാണ്. കല്ലോ? ഇതൊരു ടൈപ്പ് ഓഫ് കോറലാണ്. കുറെ ടൈപ്പ് ഉണ്ട്, ബ്രെയിൻ ടൈപ്പ് ഉണ്ട്, ഫിംഗർ ടൈപ്പ് ഉണ്ട്, ബ്രാഞ്ച് ടൈപ്പ് ഉണ്ട്. അതൊക്കെ ജീവനാ. അതിന് നമ്മുടെ സ്കിൻ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് അലർജി ആവും.
ലൈവാണ്. അതുപോലെ പൊടിഞ്ഞാലുണ്ടല്ലോ മ്യൂക്കസ് ഇങ്ങനെ പോകുന്ന കാണാം. നമ്മൾ ഈ മറ്റേ ഇതൊരു കുപ്പിയിൽ നിന്ന് വന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ മ്യൂക്കസ് പോയിക്കൊണ്ടിരിക്കും. അയ്യോ അത് അളകുന്നുണ്ട്. അതെ അതെ, അത് ലൈവാണ്. അതിനകത്ത് ഉണ്ടല്ലോ, അതിപ്പോ സെൻസറാണ്. ഇപ്പൊ സൗണ്ട് കേട്ടപ്പോ എന്താ നിങ്ങൾ ക്ലോസ് ആയണ്ടോ ഇങ്ങനെ ബിസ്ക്കറ്റ് വേറെ വലിയ സ്പോട്ടത്തെ പറയാം. ക്യാമറ എവിടെ എത്തട്ടെ? ക്യാമറന്റെ കൂടെ അവിടെ വെച്ചാലും പ്രശ്നമില്ല. വേറെ കല്ലില്ല. അയ്യോ ഒന്ന് നോക്കി അതിന്റെ ഉള്ളില് അത് കാണാം കാണാം. വേറെ നമുക്ക് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്ലാക്ക് സിയാനിമോൺ. അത് സിയാനിമോൺ ആണ്. സിയാനിമോൺ അത് നമുക്ക് അതിന്റെ ഒരു ഗാർഡൻ ഉണ്ട്, അങ്ങോട്ട് പോകും. ഉള്ള തന്നെ സിയാനിമോൺ റോക്കിലേക്ക് അന്ന് പോകുന്നുണ്ട്. ഇവിടെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് കരയിലോട്ട് പോവുകയാണ് കേട്ടോ. അകത്തേക്ക് തന്നെ പോവുകയാണ്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു നമ്മളുടെ. അപ്പോൾ എന്താ പറയുക, ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. അപ്പോൾ പോകുന്ന വഴിക്ക് വത്സല നല്ല ഉറക്കമാണ് കേട്ടോ. കണ്ടോ, ഉറക്കം തൂങ്ങി തൂങ്ങി വീഴുന്നുണ്ട് ആൾ.